പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ. ചൊവ്വാഴ്ച നമുക്ക് വിശിഷ്ട അന്തോണിസിൻ്റെ മാധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുപരിയായിട്ട് എവിടെയും പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ, പ്രശ്നങ്ങളാണല്ലോ, പ്രതിസന്ധികളാണല്ലോ, അല്ലേ? എല്ലായിടത്തും അത് തന്നെയാണ് കൂടുതലും പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ വരുന്നു? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്ന ദൈവത്തിൻ്റെ വചനം. നമ്മൾ വേണ്ട വിധം ഒന്നാമത്തെ കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ദൈവം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇല്ല. തോന്നിയ മാതിരിയുള്ള ജീവിതം എല്ലാവരും അല്ല, അങ്ങനെ ആയിപ്പോകുന്നു ചിലപ്പോഴൊക്കെ, അല്ലേ? അത് വിശുദ്ധ കുർബാന, ജപമാല, ദൈവാരാധന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്ത് വേണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ ഇടപെടുത്തുന്നു, ദൈവം അവിടെ പ്രവർത്തിക്കുന്നു, ദൈവം തരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ധ്യാനത്തിന് വരിക. ജൂലൈ 3 താമസമുള്ള ധ്യാനമുണ്ട്. നിങ്ങളങ്ങോട്ട് വാ, ശരിയാക്കാം. പലരും പറയാറുണ്ട്, തകർന്നു പോയവർ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, ഏതെങ്കിലും രീതിയിൽ പൈസ വരുന്നു. ചില പല രീതിയിലും ഞാനത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. അതൊരു ചൂതാട്ടം പോലത്തെ ഒരു പരിപാടിയായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പ്രോത്സാഹനം കൊടുക്കില്ല. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് മാറ്റിത്തരും. ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിന് വന്ന കൊണ്ടുവന്നേ നമ്മുടെ ജോയിച്ചാൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇവിടെ നിന്നല്ല, വിദൂരത്തു നിന്നാണ്. അയാൾ തന്നെ പറഞ്ഞു വിട്ടത്. പക്ഷേ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലിരുന്ന ജവമാല ചോരയുടെ ജവമാലയായി മാറുന്നു. എപ്പോൾ? അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഒരു 45 ലക്ഷം രൂപ ബാങ്കിൽ കിടന്ന പണം എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തു. അയാൾ അത് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാണ്ടായിപ്പോയി. എല്ലാം തകർന്നു, പ്രശ്നമായി. അപ്പം അദ്ദേഹത്തിൻ്റെ ആധാരത്തിൻ്റെ ഇതും ചെക്ക് ലീഫൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ പാവിയായി ഞാൻ ക്ഷമയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ക്ഷമിച്ചു അദ്ദേഹം, മനുഷ്യൻ. ആ പൈസ 45 ലക്ഷം രൂപ അങ്ങ് ക്ഷമിച്ചു. 45 ലക്ഷം രൂപ ക്ഷമിച്ചു. ഹല്ലേലൂയ. 45 ലക്ഷം രൂപ ക്ഷമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഭാര്യയുടെ കയ്യിലിരുന്ന ജവമാല ചോരയുടെ ജവമാലയായിട്ട് മാറും, ചുമന്നതായി മാറി. ദൈവം ഇടപെടുന്നു. ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ അവിടെ നിന്ന് ബ്ലഡ് വയറുവരെ എത്തി. ഹല്ലേലൂയ. അതങ്ങ് മാറുകയും ചെയ്തു. ഉണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഒഴുകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഭർത്താവിന് കിട്ടി, ഭാര്യയ്ക്കും കിട്ടി. ഈശോയുടെ രക്തത്തിൻ്റെ അവസ്ഥ. വീണ്ടും അയാൾ തീരുമാനിച്ചല്ലോ, ക്ഷമിച്ചല്ലോ. ആ മുദ്ര പേപ്പറും എല്ലാം അയാൾക്ക് തന്നെ കൊണ്ടു കൊടുത്തു. പക്ഷേ അയാൾ മേടിച്ചതാണ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും. നമ്മളായാലും അങ്ങനെ തന്നെ. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ ദൈവം കരകയറ്റുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏത് പ്രതിസന്ധികളും ദൈവം മാറ്റിത്തരും. നിൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന മോനെ നിൻ്റെ പ്രതിസന്ധികളും, രോഗമാണോ, തകർച്ചയാണോ, കടഭാരമാണോ, വീടില്ലാത്ത അവസ്ഥയാണോ, എല്ലാം മാറ്റിത്തരും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതൊക്കെ അഡ്രസ്സുള്ള കാര്യമാണ് കേട്ടോ, ഇതൊക്കെ അഡ്രസ്സുള്ള കാര്യമാണ്. അവിടെ താമസമുള്ള ധ്യാനത്തിന് പാടുന്ന ആളുടെ കൂട്ടുകാരൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം, മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. പക്ഷെ ദൈവം പ്രവർത്തിക്കും. കടഭാരം തകർന്ന് കിടക്കുന്ന മനുഷ്യനെ നല്ലൊരു സമരിയക്കാരനെ പോലെ എല്ലാവരും ഉണ്ടാവുമല്ലോ, ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ശ്രദ്ധിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി, പരിശുദ്ധ ദൈവമാതാവിൻ്റെ, ബഥേൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, കാവൽ മലാഹമാരെ, കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമേ. ദൈവമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിങ്ങൾ സമർപ്പിച്ചിരിക്കുക, ഈ മക്കൾ സമർപ്പിച്ചിരിക്കുക, ആ 2 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കർത്താവേ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുവനന്തപുരമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാൻ്റെ പേശുമയാമേ. പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ഈശോയുടെ മക്കളെ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. സന്തോഷത്തോടെ ഇരിക്കും മക്കളെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.